ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂർഗ് സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടിയും ടച്ച് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ സീറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഇവിടുത്തെ മടിക്കേരിയിലുള്ള ഒരു വ്യൂ പോയിൻറ്റിൻ്റെ വിശേഷങ്ങളാണ്. ഈ കാണുന്നതാണ് രാജാ സീറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗാർഡൻ കാണാം. പിന്നെ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴ്വാരകളും മടിക്കേരിയിലുള്ള എല്ലാ പ്രകൃതിയുടെ ഭംഗികളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൂടാതെ തന്നെ ഇവിടെ നിറയെ അഡ്വഞ്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ രാജാ സീറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളും അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ കടക്കാം. രാജാ സീറ്റ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ. എങ്ങനെയാണ് ഈ രാജാ സീറ്റ് എന്ന് പേര് വന്നതെന്ന് നമുക്ക് തോന്നും അല്ലേ. രാജാക്കന്മാരുടെ സീറ്റ് എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. കൊടക് രാജാക്കന്മാർ അവരുടെ ക്യൂൺസും രാജ്ഞികളൊക്കെ ആയിട്ട് ഇവിടെ സന്ധ്യാകാലത്ത് വിശ്രമിക്കുകയും പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് രാജാ സീറ്റ് എന്ന് പേര് കൊടുത്തത്. അവർ സന്ധ്യാസമയമാകുമ്പോൾ ഇവിടെ നടക്കാനും രാജ്ഞികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് വിശ്രമിച്ച് കുറേ നേരം ചെലവഴിച്ച് പിന്നെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഈ കൊടക് ആൾക്കാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് രാജാ സീറ്റ് എന്ന് പേര് വന്നത്. ഇവിടെ അതിമനോഹരമായ ഗാർഡനും പൂക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത് കൊടക് രാജാക്കന്മാരും രാജ്ഞികളും. പിന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഗാന്ധി മന്ദിരം. 1934 മഹാത്മാഗാന്ധി കൂർഗിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്താണ് ഈ സ്മാരകം നിർമ്മിച്ചതത്രേ. ഇത് ഒരു കല്ലും മോർട്ടറും ഉപയോഗിച്ച് നിർമ്മിച്ച 4 സ്തംഭങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഘടനയാണ് പോലും. അപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഗാന്ധി മന്ദിരവും. ഈ കാണുന്നതാണ് വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മടിക്കേരിയുടെ താഴ്വാരകളും കുന്നുകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. താഴത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ചുറ്റും ഗാർഡനൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ താഴത്ത് നടക്കാൻ വേണ്ടി പോവാട്ടോ. എനിക്ക് കാലിന് തീരെ വയ്യാത്ത കാരണം ഞാനും ചേട്ടനും കൂടി ഇരിക്കുകയാണ്. പിന്നെ നില ബേബി ഉറങ്ങും കൂടിയാണ്. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാൻ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്കപ്പോൾ രാജാ സീറ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills in many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street, and it stands where the sunrise used to be. In the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes so they got old. Our heroes so they got old. Smiles they fade because her daughter only visits once a month. Since she got a family of her own, it's kept the two apart. Used to have so many visitors, but now the only one is the nurse that helps her move the chair to look out at the sun. But her shop was built right across the street, and it stands where the sunrise used to be. In the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old.
won't stay the same, you know. I just hope their stories will still be told. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills and many different. ഇവിടെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ആമിക്കുട്ടിയും പിന്നെ ചേച്ചിയുടെ മൂത്ത മോള് മാളുട്ടിയും ചേച്ചിയുടെ ഹസ്ബൻഡും അരിച്ചേട്ടനൊക്കെ സിപ്പ് ലൈൻ ചെയ്യാണ്. അപ്പം നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ 1 പേഴ്സണ് 350 റുപ്പീസാണ് സിപ്പ് ലൈനിൻ്റെ ചാർജ് വരുന്നത്. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills and many different colors too. Morning light is showing, she moves the chair to look out at her view. But her shop was built right across the street, and it stands where the sunrise used to be. In the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes so they got old. Our heroes so they got old. Smiles they fade because her daughter only visits once a month. Since she got a family of her own, it's kept the two apart. Used to have so many visitors, but now the only one is the nurse that helps her move the chair to look out at the sun. But her shop was built right across the street, and it stands where the sunrise used to be. In the afternoons on the couch to read, goes through old pictures and memories. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. Our heroes have been forgotten, our heroes so brave and bold. Our heroes have been forgotten, our heroes so they got old. രാജസീറ്റ് കണ്ടതിന് ശേഷം നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നെല്ലി ബേബി ഇതേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. Her alarm goes off and she gets up to watch the morning news. Doesn't work no more but tells a lot of stories about her youth. Drinks more lately, ain't got pills and many different colors too. Morning light is showing. തിരിച്ച് നമ്മൾ റിസോർട്ടിലെത്തി. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് സനോജേട്ടനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഷട്ടിൽ കളിക്കുകയാണ്. ഷട്ടിലൊക്കെ കളിക്കാനുള്ള നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ എന്താ കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. ആമിക്കുട്ടി മാളൂട്ടിയൊക്കെ കളിക്കുന്നുണ്ട്. നീല ബേബി അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓണറിന് ഡോഗ് ഉണ്ടെന്ന്. അപ്പോൾ സുഹാനി ബേബിക്ക് ഡോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൂർഗിലത്തെ വിശേഷങ്ങൾ. കൂർഗിലത്തെ അവസാനത്തെ വീഡിയോ നമ്മൾ ഡിന്നറും കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് റിവ്യൂ പറയാൻ വിട്ടുപോയല്ലോ. റിസോർട്ടിന് നമ്മൾ ആംബിയൻസ് റൂം എല്ലാം നമ്മൾ 10/10 കൊടുത്തു. ഫുഡ് എന്ന് പറഞ്ഞാൽ തനി കൂർഗ് സ്റ്റൈൽ ഫുഡാണ്. അപ്പോൾ ഞാനൊരു 10-ൽ 7 കൊടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്റ്റൈൽ ഓഫ് ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഡിന്നറായിട്ട് ഓർഡർ ചെയ്തത് OT പ്ലസ് കൂർഗ് ചിക്കൻ കറിയാണ്. ഇവിടുത്തെ കൂർഗിലത്തെ സ്പെഷ്യൽ സംഭവമാണ് കൂർഗ് ചിക്കൻ കറി. OT എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അരിപ്പൊടിയിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒറോട്ടിയാണെന്ന് വിചാരിച്ചു. നമ്മൾ കണ്ണൂർ സ്റ്റൈൽ സംഭവം കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി പത്തിരി പോലത്തെ ഒരു കട്ടിയുള്ള സംഭവം എന്ന് വെച്ചു. പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വന്നത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നഗറ്റ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.